ഇത്തരത്തിൽ രോഗമാകട്ടെ അതല്ലാത്ത ഏത് രോഗമാകട്ടെ നമ്മൾ ചെയ്യേണ്ടതൊന്ന് അള്ളാഹു താലയോട് നന്നായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ദുആ ചെയ്യണം. പലരും അത് മറന്നു പോകും. രോഗം വരുന്ന സമയത്ത് വേണ്ട ഡോക്ടറെയും അതേപോലെയുള്ള മറ്റ് മരുന്നുകളൊക്കെയാണ് ചിന്തിക്കുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഒന്ന് മാറിയിരുന്നിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് അള്ളാഹുവിനോട് ആ രോഗത്തിന് മാറുന്നതിന് വേണ്ടി ഷിഫയ്ക്ക് വേണ്ടി പലരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് മറന്നു പോകാൻ പാടില്ല. നന്നായി ദുആ ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാരണമാക്കിയിട്ടുള്ള ഇത്തരം ഡോക്ടറെയും മറ്റുമൊക്കെ സമീപിക്കുക. അതേപോലെ റുഖിയ ശർഇയ്യ, ഖുർആൻ കൊണ്ടുള്ള റുഖിയ എന്ത് ചെയ്യുക, ഖുർആൻ നന്നായിട്ട് ഓതുക. അതല്ലാത്ത രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ അടുക്കലേക്ക് പോകാതിരിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലുള്ള ഈ സമസ്തമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ചെയ്യുന്ന പലരും ഈ രൂപത്തിൽ ഒന്നുകിൽ ബിദ്അത്തുകളായിരിക്കും, അല്ലെങ്കിൽ തനിച്ച ശിർക്കൻ പ്രാർത്ഥനകളോ ഏതെങ്കിലുമൊക്കെ സ്വാലിഹീങ്ങളോടോ അമ്പിയാക്കളോടൊക്കെ പ്രാർത്ഥിക്കുന്ന വാചകങ്ങളും മറ്റുമൊക്കെ ഉള്ള രീതിയിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ചില തട്ടിപ്പുകളായിരിക്കും. അതിൽ പെടാതിരിക്കുക.